വണക്കം. പൊളിമിക്സ് ആരംഭിക്കുകയാണ്. ഏവർക്കും സ്വാഗതം. ഊർജ്ജതന്ത്രത്തിലെ ഏറ്റവും പ്രബല സിദ്ധാന്തമായ ന്യൂട്ടന്റെ മൂന്നാം ചലന നിയമം രാഷ്ട്രീയത്തിൽ പ്രയോഗിക്കുന്നത് കണ്ടുകൊണ്ടാണ് പൊളിമിക്സ് ആരംഭിക്കുന്നത്. ഏത് ബലപ്രയോഗത്തിനും എതിരായി തത്തുല്യമായ ബലം പ്രയോഗിക്കപ്പെടുമെന്നാണല്ലോ മൂന്നാം ചലന നിയമം പറയുന്നത്. അങ്ങനെ എതിരായി പ്രയോഗിക്കപ്പെടുന്ന ബലം ആദ്യം കാണാം. ആ വണ്ടി അവിടെ നിന്ന് മാറ്റണം. അഖിലേ, ആ വണ്ടി അവിടെ നിന്ന് മാറ്റിക്കൂടെ, അവരെ ഇറങ്ങണ്ടേ? ആലപ്പുഴ DCC ഓഫീസിൽ നിന്ന് നേതാക്കളും പ്രവർത്തകരും ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി വരുന്നതാണ് ഈ കാണുന്നത്. അങ്ങനെ ചെയ്യാൻ ആഹ്വാനമുണ്ട്. ജനങ്ങളുടെ ഇടയിലുള്ള പ്രവർത്തനങ്ങൾ ശക്തമാക്കുക. പ്രിയപ്പെട്ട നേതൃത്വം ആലപ്പുഴ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചിരിക്കുന്ന ദേശീയപാത എക്സിക്യൂട്ടീവ് എഞ്ചിനീയറിംഗിയുടെ സമരം നടക്കുന്ന മിനി സിവിൽ സ്റ്റേഷന് മുന്നിലേക്കുള്ള പ്രതിഷേധ മാർച്ച് ഇതുവഴി കടന്നു വരികയാണ്. മനസ്സിലായില്ലേ? കോൺഗ്രസുകാർ എന്താണ് ചെയ്യാൻ പോകുന്നത് എന്ന് മനസ്സിലായില്ലേ? ഇല്ലെങ്കിൽ ഇതാ ഇദ്ദേഹം പറഞ്ഞു തരും. കോൺഗ്രസ്സുകാരവിടെ സമരം നടത്തുന്ന അറിഞ്ഞല്ലേ? ഈ ആഫീസിന്റെ മുമ്പിൽ, കോൺഗ്രസ് ആഫീസിന്റെ മുമ്പിലാണ് സമരം. പക്ഷേ രാഷ്ട്രീയമായിട്ട് നമ്മൾ ചെയ്യാൻ പാടില്ല. അവർ ചെയ്യാൻ വേണം. KC വേണുമാർ എനിക്ക് കത്തയച്ചെന്ന്. അദ്ദേഹം MP ആയിരുന്നപ്പോഴാണ് ഇത് പണിഞ്ഞത്. ഞാനത് മന്ത്രിയൊന്നുമല്ല. അപ്പം അങ്ങനൊന്നുമല്ല. KC വേണുഗോപാലിനെല്ലാം അറിയാം. കത്തയച്ചോണ്ടൊന്നും കാര്യമില്ല. എൻ്റെ കൂടെ വരാൻ പറ, വന്നതെല്ലാം കാണാൻ പറ. കണ്ടിട്ട് എന്താ UDF ഗവൺമെൻറ്റിലൂടെ കാണിച്ചു കൂട്ടിയെന്ന്. റോഡ് പണിയിൽ എല്ലാം വസ്തുനിഷ്ഠമായിട്ട് വരണം. നമ്മുടെ ഇതിനോടൊന്നും കോംപ്രമൈസ് ഇല്ല. ഇതൊക്കെ എഞ്ചിനീയറിംഗ് വിഭാഗത്തിൻ്റെ ഗുരുതരമായ വീഴ്ചയാണ്, യാതൊരു സംശയമില്ല. എഞ്ചിനീയറിംഗ് വിഭാഗത്തിന്റെ ഗുരുതരമായ വീഴ്ച കാരണം ആലപ്പുഴയിലെ ദേശീയപാത തകർന്നു കിടക്കുമ്പോഴാണല്ലോ പൊതുമരാമത്ത് മന്ത്രിപ്പണി സുധാകരന്റെ ചുമലിൽ വന്നു വീണത്. അദ്ദേഹം ആദ്യം തന്നെ ചെയ്തത് എന്താണ് എന്ന് ഓർമ്മയില്ലേ? ഹോട്ടലില്ലേ അവിടെ, ചെറിയാൻ കൽപ്പകവാട് സത്രം വരെ 25 കിലോമീറ്റർ ഞങ്ങൾ നോക്കുക. ഒരു 5-6 കിലോമീറ്ററായി, 5 കിലോമീറ്റർ ആയിട്ടുണ്ടാവും. ഇവിടെ ഇതിൻ്റെ കരാറ് കാലം ഇനി 1.5 വർഷമുണ്ട്. 6 മാസം മുമ്പേ പൊളിഞ്ഞു പോയി. അപ്പോൾ 3 വർഷത്തിൽ 1 വർഷം മാത്രമേ ഇത് കടന്നുള്ളൂ. 2 വർഷം പോയിരിക്കുകയാണ്. അപ്പോൾ കരാറുകാരൻ കൊടുത്ത പണം ഇവിടെ ചെലവഴിക്കാത്തതാണ് കാരണം. അതായത് ടാറ്, ഇതുപോലെ മിശ്രിതങ്ങളില്ല, ഇതൊന്നും പ്രോപ്പറായിട്ട് ചെയ്തിട്ടില്ല. ചെയ്യാതിരുന്ന ഇത് കുഴി ഇങ്ങനെ ഫോം ചെയ്ത് വരുമ്പോൾ അടയ്ക്കുന്നില്ല, ശ്രദ്ധിക്കുന്നില്ല. ഈ ഗവൺമെൻറ് വരുന്ന കുഴി ഉണ്ടായതിന് നടുവില്ല. അതായത് റോഡുകൾ തകർന്ന് കിടക്കുമ്പോഴാണ് നമ്മൾ വരുന്നത്. പിന്നെ കഠിനമായ മഴയാണ്. 2-3 തവണ കുഴി അടയ്ക്കാൻ ശ്രമിച്ചു, നിന്നില്ല എന്നാണ് അവർ എന്നെ പറയുന്നത്. അപ്പോൾ അങ്ങനെ കുഴി അടയ്ക്കുന്നതുകൊണ്ട് കാര്യമില്ല. അതുകൊണ്ട് ഇന്ന് മൊത്തം നോക്കിയിട്ട് മഴക്കാലത്ത് തന്നെ അടക്കേണ്ട കുഴികളൊക്കെ ശാശ്വതമായി അടങ്ങാൻ മെറ്റീരിയൽസ് ചേർത്ത് അടക്കണം. തിരുവാമ്പാടി പതുക്കെ തുടങ്ങിയിട്ടുണ്ട് എന്ന് മാത്രമല്ല, പൊതുമരാമത്ത് മന്ത്രി തന്നെ അതിന് മേൽനോട്ടം വഹിക്കുന്നുമുണ്ട്. അതൊന്നും ഉറപ്പാക്കാനാണ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെ കൂടെ സാക്ഷ്യപ്പെടുത്തുകയാണ്. കാണണമല്ലോ, നേരിട്ട് കാണണമല്ലോ ഇത്. അങ്ങനെ ഞങ്ങൾ നോക്കുക. എന്നാൽ ഇത്
സഖാവ് ജി സുധാകരന്റെ മേൽനോട്ടം അത് കോൺഗ്രസുകാർക്ക് അത്രയങ്ങ് രസിച്ചിട്ടില്ല. ഇവിടെ പ്രശ്നം എന്താ? ഒരു ഗവൺമെന്റ് അധികാരത്തിൽ നിന്ന് പുറത്തു പോയപ്പോ ആ പ്രതിപക്ഷത്തിരിക്കുന്ന നേതാക്കന്മാർ ആത്മസംയമനം വലിക്കാൻ തയ്യാറാകുമ്പോ ഇവിടെ ഒരു മന്ത്രി അദ്ദേഹത്തിന് ഒരു സംയമനവുമില്ല. അദ്ദേഹം വിളിച്ചു കൂവുകയാ, അദ്ദേഹം വിളിച്ച് അലറുകയാ. അദ്ദേഹം യാത്ര ചെയ്യുമ്പോ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന PWD ജീവനക്കാരുടെ മുന്നിലേക്ക് ചാടിയിറങ്ങി കേരളത്തിന്റെ ആദരണീയനായ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല അടക്കമുള്ള നേതാക്കന്മാരെ ആക്ഷേപിക്കാൻ തന്റെ നാവ് ഉപയോഗപ്പെടുത്തുന്ന ദയനീയമായ ചിത്രമാണ് നമുക്ക് കാണുവാൻ കഴിഞ്ഞിരിക്കുന്നത്. ശരിയല്ല. ജപ്പാൻ കുടിവെള്ള പദ്ധതിക്കാലം മൊത്തം നാട് നശിപ്പിച്ചിരിക്കുക. ആഫീസ് അപ്പുറത്ത് തന്നെയാണ്. വായിലോട്ട് വെള്ളം കോരി എടുക്കണമല്ല എഞ്ചിനീയറിന്. സത്യപ്രതിജ്ഞ ചെയ്തതിന്റെ അടുത്ത ദിവസം ഒരു മനുഷ്യൻ അദ്ദേഹം പത്രസമ്മേളനത്തിൽ പറയുകയാണ്, ഞാൻ ഓച്ചിറ നിന്നും ആലപ്പുഴയിലേക്ക് യാത്ര ചെയ്തു വന്നപ്പോ ആലപ്പുഴ ഹൈവേയിൽ ഞാൻ 5000 കുഴി എണ്ണി എന്ന് ഒരു മന്ത്രി പ്രസ്താവന ഇറക്കുന്നു. ആ പ്രസ്താവനയോടൊപ്പം മുൻ മന്ത്രിമാരെ ചീത്ത വിളിക്കാൻ തയ്യാറാകുന്നു. ആ പ്രസ്താവനയോടൊപ്പം കേരളത്തിലെ അദ്ദേഹം ഒഴിച്ചുള്ള പൊതുപ്രവർത്തകന്മാർ, അദ്ദേഹം ബാക്കിയുള്ള ജീവനക്കാർ, എല്ലാ തൊഴിലാളികളും അഴിമതിക്കാരെന്ന് പറയാൻ തയ്യാറായിരിക്കുന്നു. അദ്ദേഹം ഒരു ദിവ്യൻ കഴിഞ്ഞാൽ കേരളത്തിലെ പൊതുപ്രവർത്തകർ, സത്യസന്ധരായ പൊതുപ്രവർത്തകന്മാർ, രാഷ്ട്രീയ പ്രവർത്തകന്മാർ, അതേത് പാർട്ടിയുമായിക്കോട്ടെ, അവരെയെല്ലാം അടച്ചാക്ഷേപിച്ചുകൊണ്ട് ഉദ്യോഗസ്ഥന്മാരുടെ മാനസിക നില തന്നെ വഷളാകുന്ന തലത്തിലേക്ക് ഒരു മന്ത്രി മുന്നോട്ട് പോയാൽ, ഈ മന്ത്രിസഭ മുന്നോട്ട് പോയാൽ കോൺഗ്രസിന് പ്രതികരിക്കാതിരിക്കാൻ കഴിയില്ല. കോൺഗ്രസുകാർ പ്രതികരിച്ചു തുടങ്ങിയ സ്ഥിതിക്ക് പൊളിമിക്സ് ഒരു ഇടവേളയിലേക്ക് കടക്കുകയാണ്. അത് കഴിഞ്ഞു വന്നാൽ സമരത്തിന്റെ മുന്നേറ്റം കാണാം, ഭരണത്തിന്റെയും. അങ്ങനെ റോഡിലെ കുഴികൾക്കെതിരെയും കുഴികൾ മുതലെടുക്കുന്ന സുധാകരനെതിരെയും ആലപ്പുഴ കോൺഗ്രസ് സമരം തിളപ്പിച്ചെടുക്കുകയാണ്. ഈ ധർണാ പരിപാടിയുടെ അധ്യക്ഷ സ്ഥാനത്തേക്ക് ആലപ്പുഴ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ കരുത്തരായ പ്രസിഡന്റ് ശ്രീ A. ചുക്കൂറിനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അപ്പുറത്തൊന്നും വാഹനം കടന്നു വരില്ല. ഈ വന്ന വാഹനങ്ങൾ കടത്തിവിട്ട് ഒരു വഴി ഒരുക്കി റോഡിന്റെ ഇരുവശത്തും കസേരകൾ നിർത്തി ഇരിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. നമ്മൾ റോഡ് ഉപരോധിക്കുന്നില്ല. ഈ ഗവൺമെന്റ് എത്ര മുന്നോട്ട് പോയാലും റോഡ് ഉപരോധ സമരം നമുക്കുള്ളതല്ല. ജനങ്ങൾക്ക് വേണ്ടി അത് നമ്മൾ ക്രമീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് റോഡുകൾ ഉപരോധിക്കാതെയുള്ള കുഴി സമരമാണ് ഇവിടെ നമ്മൾ ആരംഭിച്ചിരിക്കുന്നത്. കുഴിസമരം പോലും കുഴിസമരം. അത്ര വലിയ കുഴിയാണോ ആലപ്പുഴയിൽ എന്ന് ചോദിച്ചാൽ ആണത്രേ, അത്ര വലിയ കുഴിയാണത്രേ. നമ്മുടെ കേരളത്തിൽ നമ്മൾ കേട്ടിട്ടുണ്ട് ചില സ്ത്രീകൾ ഓട്ടോറിക്ഷയിൽ പ്രസവിച്ചിട്ടുണ്ട് എന്ന്. നമ്മൾ ചില കേട്ടുകേൾവികളുണ്ട് ട്രെയിനിൽ സംഭവിച്ചിട്ടുണ്ട് എന്ന്. വളരെ ചുരുക്കം ചില വാർത്തകളുണ്ട് വിമാനത്തിൽ പ്രസവം നടന്നിട്ടുണ്ടെന്ന്. ഇപ്പൊ ഇവിടെ എന്താ, നമ്മളുടെ മാവേലിക്കര ജില്ലാ ആസ്പത്രി എന്ന് പേരുള്ള ഒരു വില്ലേജിന്റെ ഒരു താലൂക്ക് ഹോസ്പിറ്റൽ പോലും ആകണ്ടാത്ത ഒരു ആസ്പത്രിയെ കഴിഞ്ഞ ഇടതുപക്ഷ ജനാധിപത്യമുള്ള ഗവൺമെന്റ് ജില്ലാ ആസ്പത്രിയാക്കിയപ്പോ അവിടെ ചെല്ലുന്ന സ്ത്രീകളോട്, പ്രസവിക്കാൻ സമയമായ സ്ത്രീകളോട് ഡോക്ടർമാർ അധികമില്ല എങ്കിലും ഉപദേശിക്കുന്നു, നിങ്ങൾ ആ നാഷണൽ ഹൈവേ വഴി ഒന്ന് പോയാൽ പോലെ, എന്തിനാണ് ഇത്ര ശ്രമം നടത്തുന്നത് എന്ന്. എത്ര ദയനീയമായ അവസ്ഥയാണ് ഉണ്ടായിരിക്കുന്നത്. ഹൈവേ ഇവിടെ ഉണ്ടാവണം. ഹൈവേ പോയി കടൽ കയറിയ പോലെ ആരെങ്കിലും മാപ്പ് തരുമോ നിങ്ങൾക്ക്? ഹൈവേയിൽ കുളങ്ങൾ നമ്മൾ കഴിഞ്ഞ LDF ഗവൺമെന്റിന്റെ കാലത്ത് ഒരു മന്ത്രിയുണ്ട്, ആലപ്പുഴക്കാരൻ, ധനകാര്യമന്ത്രി തോമസ് ഐസക്. അന്ന് അദ്ദേഹത്തിന്റെ ജോലി എന്തായിരുന്നു? ഞാനിതാ പ്രഖ്യാപിക്കുന്നു, ആലപ്പുഴ ജില്ലാ ഹൈവേയിലുള്ള ഈ ജില്ലയിലെ ഇവിടെ പോകുന്ന ഹൈവേയിലെ കുഴികളുടെ എണ്ണം തിട്ടപ്പെടുത്താൻ അന്ന് അദ്ദേഹം പറഞ്ഞതാ. അന്ന് അദ്ദേഹം പറഞ്ഞതെന്താണ്? കുഴിയടക്കാൻ ഒറ്റ ദിവസം കൊണ്ട് ക്രമീകരണം ചെയ്തിരിക്കുന്നു. അന്ന് നമ്മൾ ബഹുമാനായ തോമസ് ഐസക്കിന് കേരള ജനത ഒരു പേരിട്ടു. ധനകാര്യമന്ത്രിയല്ല ഇദ്ദേഹം, ഇത് കുഴിയടപ്പ് മന്ത്രിയാണ് എന്ന് നമ്മൾ പറഞ്ഞു. ഇതാ മാറിയിരിക്കുന്നു.
ഇപ്പോ തോമസ് ഐസക്കിന്റെ ഉദ്യോഗം സഖാവ് ജി സുധാകരനെ കടുത്തിരിക്കുന്നു. അദ്ദേഹം ഇപ്പോ വേറെ ഒരു പണിയും ചെയ്യാതെ ഹൈവേയിലെ കുഴിയെടുക്കുന്നു, കുഴി അടയ്ക്കുന്നു. ആലപ്പുഴ DCCയുടെ ആദരണീയനായ പ്രസിഡന്റ് എ ഷുക്കൂർ സമരത്തിന്റെ മൈക്ക് കയ്യിലെടുക്കുകയാണ്. ദുരന്തങ്ങളുടെ നാടായി ആലപ്പുഴ മാറുന്നു. കാരണം ഈ ദേശീയപാതയാണ്. സമയാസമയങ്ങളിൽ അറ്റകുറ്റപ്പണികൾ നടത്തേണ്ടത് ഒരു ഗവൺമെന്റിന്റെ ഉത്തരവാദിത്തമാണ്. കഴിഞ്ഞ 5 വർഷക്കാലം അധികാരത്തിൽ ഇരുന്ന ഒരു ഗവൺമെന്റ് സമയാസമയങ്ങളിൽ അത്തരത്തിലുള്ള സാഹചര്യം സൃഷ്ടിച്ചതുകൊണ്ട് ഓരോ വർഷത്തിലും ഒരു പരാതിയുമില്ലാതെ മുന്നോട്ട് പോകാൻ കഴിഞ്ഞു. 2011 ഐസക് കുഴിയണ്ണി മുന്നോട്ട് പോയിരുന്നെങ്കിൽ അന്ന് ഐസക്കിന്റെ ഗുണ്ടായിരുന്നെങ്കിൽ ഇന്ന് സുധാകരന്റെ ഗുണ്ടായി മാറിയിരിക്കുന്ന അവസ്ഥ ആലപ്പുഴയുടെ ദേശീയപാതയ്ക്കുണ്ടായിരിക്കുന്നു. ഞാൻ പറഞ്ഞല്ലോ 10-40 വർഷമായുള്ള ബാഡ് പ്രാക്ടീസാണ്. സൂപ്പർവിഷൻ ഇല്ല, നോട്ടമില്ല, കോൺട്രാക്ട് ഇഷ്ടംപോലെ ചെയ്യുന്നു, ബില്ല് പാസ്സാക്കി കൊടുക്കുന്നു. ഇനി അതിനോട് ഗവൺമെൻറ് യോജിക്കുന്നില്ല. അതിനാണ് വകുപ്പിൻ്റെ ചുമതലക്കാരൻ തന്നെ വന്ന് 3-4 മണിക്കൂറെടുത്ത് 25 കിലോമീറ്റർ പരിശോധിക്കുകയാണ്. പരിശോധിക്കുകയാണ്. എക്സിക്യൂട്ടീവ് ഏജൻ്റ് കൂടെയുണ്ട്. ഓരോ സ്പോട്ടിലും AXയും AEമാരും ഉണ്ട്. നമ്മൾ നോക്കുകയാണ്. ആലപ്പുഴ മരണക്കിണറാണ്, ആലപ്പുഴ മരണക്കുഴിയാണ് എന്ന് വിദേശത്തും സ്വദേശത്തുമുള്ള വിനോദസഞ്ചാരികൾ നമ്മെ വിളിച്ചു പറയുന്നു. ഇതിനൊരു മാറ്റമുണ്ടാകണം, ഇതിന് മാറ്റമുണ്ടാക്കാൻ കഴിയണം. പക്ഷെ ഐസക് ചെയ്യുന്നത് എന്താണ്, സുധാകരൻ ചെയ്യുന്നത് എന്താണ്? ഞാൻ ഇത് രണ്ടുപേരെയും പിൻ പോയിന്റ് ചെയ്യുകയാണ്. ഈ ഗവൺമെൻറ് വന്നപ്പോൾ ഉണ്ടായതല്ലേ ഇതൊന്നും. ഏത് ഗവൺമെൻറ്റും ആവട്ടെ, ഇവിടെ സൂപ്പർവൈസറല്ലേ, നാഷണൽ ഹൈവേ രാജപാതയല്ലേ. അപ്പോൾ ഈ നിലയിലാണ് കേരളത്തെ ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് എല്ലാവരും ബോധ്യപ്പെട്ടാൽ മതി. ഞങ്ങൾ ശരിയാക്കാൻ ടൈം തരണം. ഞങ്ങൾ ഇതിനോടൊന്നും യോജിക്കില്ല. ഞങ്ങൾ തിരുവനന്തപുരത്ത് മാത്രമല്ല, എല്ലായിടത്തും വരും, പരിശോധിക്കും. സുധാകരൻ പോരാളിയാകുന്നത് കാണുമ്പോൾ തോന്നും നമ്മളെല്ലാം ദാസന്മാരും. ഇതാ ഒരു യജമാനൻ വന്നിരിക്കുന്നു. യജമാനൻ രാഷ്ട്രീയത്തിൽ യജമാനൻ നേതാക്കളായാൽ അവരെ ഫ്യൂഡലിസ്റ്റുകൾ എന്ന് വിളിക്കും. അങ്ങനെയെങ്കിൽ സുധാകരൻ പൊളിറ്റിക്കൽ ഫ്യൂഡലിസ്റ്റാണ് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇപ്പൊ ഗവൺമെന്റ് ഇതിനോടൊന്നും ഒരു വിട്ടുവീഴ്ചയും ചെയ്യട്ടെ. ആ കാര്യം ജനങ്ങളെ കൂടെ ബോധ്യപ്പെടുത്തുക. അദ്ദേഹം പറയുന്നത് താൻ എന്ത് പറഞ്ഞാലും, താൻ എന്ത് വായിക്കൊതുന്നത് കുത്തിനിറച്ചാലും, വായിൽ തോന്നുന്നത് എന്ത് വിളിച്ചു പറഞ്ഞാലും സുധാകരൻ പറയുന്നത് ഇത് ഓണാട്ടുകര ഭാഷയാണ് എന്നാണ്. പ്രൈവറ്റ് ബസ്സുകാരെ പഠിപ്പിക്കാമെന്ന് പറഞ്ഞ പണിമുടക്കിയോളാൻ പറ. ഒരു നായും തിരിഞ്ഞു നോക്കൂല, പറഞ്ഞേക്കാം. ഒരു നായും. പേടിപ്പിക്കണമൊന്നും വേണ്ട, ഒന്നും വേണ്ട. ഈ സൈഡിൽ കയറ്റി വണ്ടിയെടുത്ത് അവിടെ കുഴി ഉണ്ടാക്കി അവിടെയാണ്. അത് പ്രൈവറ്റ് ബസ്സുകാരാണ് ചെയ്യുന്നത്. ഓവർടേക്ക്. ഇപ്പം എൻ്റെ വണ്ടി ഓവർടേക്ക് ചെയ്യാൻ ശ്രമിച്ചല്ലോ, ഞാൻ സൈഡിലല്ലേ കിടന്നത്. ഒരു പ്രൈവറ്റ് ബസ്സുകാരൻ ഇപ്പം ശ്രമിച്ചല്ലോ, ഈ ചുടുകാരനെ പുറത്ത് വെച്ച്. എന്താ അഹങ്കാരമാണ് അയാളെ? അതൊന്നും വേണ്ട. പ്രൈവറ്റ് ബസ്സുകാരനോട് പണിമുടക്കിക്കോളാൻ പറ. ഞങ്ങളോട് ചോദിച്ചിട്ടല്ല പണിമുടക്ക്. ഒരു ചർച്ചയ്ക്ക് കൂടെ ഒരു വന്നില്ല. ഇവരാരാ? ആലപ്പുഴ 5-10 പൂച്ചം പ്രൈവറ്റ് ബസ്സുകാരൻ. പ്രൈവറ്റ് ബസ് മുതലാളിക്ക് അഹങ്കാരം കൈവച്ചോണം. നമുക്കറിയാം ഓണാട്ടുകരക്കാർ എത്രയോ സംസ്കാര സമ്പന്നരാണ്, എത്രയോ മാന്യമായി പ്രതികരിക്കുന്നവരാണ്, എത്രയോ മാതൃകാപരമായ പ്രവർത്തനങ്ങൾക്ക് നിറകുടമാണവർ. പക്ഷേ ആ ഓണാട്ടുകരയ്ക്ക് അപമാനമാണ് ഈ സുധാകരൻ എന്ന് വിളിച്ചു പറയാൻ നമ്മൾ ആഗ്രഹിക്കുകയാണ്. റോഡ് പൂർവ്വസ്ഥയിലാക്കണം, ഇല്ലെങ്കിൽ ഗവൺമെന്റ് അതിന്റെ തനിനിറം കാണിക്കും. അത്രയേ ഉള്ളൂ. കഴിഞ്ഞ ദിവസം സുധാകരൻ കുഴിയെണ്ണി തീർന്നു 5332. അത് 5000-ആയി. അതായത് പുറകെ വരുന്ന ആ ബാക്കി അക്ഷരങ്ങൾ മാറ്റി പൂജ്യങ്ങൾ ചേർത്ത് 5000-ആയി നിശ്ചയിച്ചു. 5000 ഒഴിവാക്കാൻ പാടില്ലായിരുന്നു. ഒരു മാസം മുമ്പ് വിചാരിച്ചിരുന്നെങ്കിൽ, ഒരു മാസം മുമ്പ് വിചാരിച്ചിരുന്നെങ്കിൽ ഇത് ശരിയാവത്തില്ലായിരുന്നു. മഴക്കാലത്ത് മുമ്പ് ഇത് ചെയ്യണ്ടേ? ഈ ഗവൺമെന്റ് വരാൻ വേണ്ടി കാത്തിരിക്കേണ്ട കാര്യമുണ്ടോ? ഇപ്പോൾ 5000 കുഴിയെങ്കിൽ ആ 5000 കുഴി ആലപ്പുഴ ജില്ലയിൽ നടക്കണം. അടക്കുന്നില്ലെങ്കിൽ ഞാൻ ഇവിടെ പ്രഖ്യാപിക്കാൻ ആഗ്രഹിക്കുന്നു, അടുത്ത സമരം ഞങ്ങൾ കുറച്ചുകൂടി വ്യക്തിപരമായി എടുക്കുന്നു. സുധാകരനാണ് ഇവിടുത്തെ കുഴപ്പക്കാരൻ. അദ്ദേഹത്തിന്റെ വീട്ടുപടിക്കലേക്കായിരിക്കും കോൺഗ്രസിന്റെ സമരം എന്ന് പ്രഖ്യാപിക്കാൻ ആഗ്രഹിക്കുന്നു. പേടിപ്പിക്കണമൊന്നും വേണ്ട, ഒന്നും വേണ്ട. കണ്ടില്ലേ? ന്യൂട്ടന്റെ 3ാം ചലന നിയമം രാഷ്ട്രീയത്തിൽ പ്രയോഗിക്കുന്നത് കണ്ടില്ലേ? ഇതാണ് കുഴി രാഷ്ട്രീയം. കുഴിബോംബ് പോലെ തന്നെ അപകടകരമാണ് കുഴി രാഷ്ട്രീയവും. അത് വ്യാഖ്യാനിക്കാൻ മാത്രമുള്ള പാഠവുമില്ലാത്തതിനാൽ പൊളിമിക്സ് ഒരു ഇടവേളയിലേക്ക് കടക്കുകയാണ്. അത് കഴിഞ്ഞു വന്നാൽ കുഴിയിൽ നിന്ന് കയറുന്നതിൻ്റെ രാഷ്ട്രീയം കാണാം.
അപ്പോഴേ ഭരണകക്ഷി പ്രതിപക്ഷവും പ്രതിപക്ഷം ഭരണകക്ഷിയുമായാൽ അത് എങ്ങനെയായിരിക്കും റോട്ടിൽ പ്രതിഫലിക്കുക എന്ന് കണ്ടല്ലോ. ഈ മാറ്റം ശരിക്കും മനസ്സിലാവണമെങ്കിൽ നാട്ടിലും നിയമസഭയിലും നടക്കുന്ന രാഷ്ട്രീയ ചർച്ചകൾ ഒരേ സമയത്ത് കാണണം. ഉദാഹരണത്തിന് കഴിഞ്ഞ ഗവൺമെന്റിന്റെ നേട്ടങ്ങളെപ്പറ്റി കെ മുരളീധരൻ കഴിഞ്ഞ ദിവസം കോൺഗ്രസ് യോഗത്തിൽ പ്രസംഗിച്ചത് ഇതാ ഇങ്ങനെയാണ്. അങ്ങനെ 1000-ൽ പരം കോടി രൂപയാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിൽ നിന്ന് കൊടുത്തത്. എല്ലാ ക്ഷേമനിധി ഫണ്ടുകളും ഇരട്ടി കൊടുത്തു. പെൻഷൻ നിലവിൽ നിയമസഭയിൽ പറഞ്ഞ അവശ്യ കലാകാരന്മാർക്ക് ഉണ്ടായിരുന്നത് ഇരട്ടിയാണ് കൊടുത്തു UDF ഗവൺമെൻറ്. കേട്ടല്ലോ, UDF ഗവൺമെന്റിന്റെ കാലത്ത് ക്ഷേമ പെൻഷനുകൾ നേരെ ഇരട്ടിയാക്കി എന്നാണ് കെ മുരളീധരൻ പറഞ്ഞത്. ആ മന്ത്രിസഭയിൽ UDF മന്ത്രിസഭയിൽ അംഗമായിരുന്ന AP അനിൽകുമാറാണ് ഈ പ്രശ്നം നിയമസഭയിൽ കഴിഞ്ഞ ദിവസം ഉന്നയിച്ചത്. ഇന്നൊരു പ്രത്യേകത, കലാകാരന്മാർക്ക് കൊടുക്കുന്ന പെൻഷന്റെ നമ്പർ നമ്മൾ ലിമിറ്റ് ചെയ്തിരിക്കുകയാണ്. ആദ്യം അത് 500 ആയിരുന്നു, 700 എനിക്ക് തോന്നുന്നു ഇപ്പോൾ 1000, 1500 ലിമിറ്റ് ചെയ്തിരിക്കുകയാണ്. സർ, അത് ലിമിറ്റ് ചെയ്യാതെ അത്തരം കലാകാരന്മാർ എത്രയുണ്ടോ അവർക്ക് മുഴുവൻ പെൻഷൻ അനുവദിക്കുവാനും അവരുടെ പെൻഷൻ തുക വർദ്ധിപ്പിക്കുവാനും ആവശ്യമായ നടപടി ഗവൺമെന്റ് സ്വീകരിക്കുമോ എന്നുള്ളതാണ്. ഇത് കറക്റ്റാണ് സാർ. അന്യം നിന്ന് പോകുന്ന ഒട്ടേറെ ഗ്രാമീണ കലകൾ നമ്മുടെ നാട്ടിലുണ്ട് സാർ. ഇപ്പോൾ പണ്ടൊക്കെ കോൽക്കളി, പൂരക്കളി, അങ്ങനെയുള്ള എന്തെല്ലാം നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു. ഇപ്പോൾ കഥാപ്രസംഗം, അതൊന്നും ഇല്ലിപ്പോൾ. കറക്റ്റാണ്, ഇതിനൊക്കെ തിരിച്ചു കൊണ്ടുവരണം. അതിൻ്റെ ഭാഗമായി ഈ മേഖലക്ക് നല്ല പ്രാധാന്യം ഗവൺമെൻറ് കൊടുക്കുകയാണ്. അത് പ്രോത്സാഹിപ്പിക്കപ്പെടണമെങ്കിൽ കലാകാരന്മാരെ അവർക്ക് ജീവിക്കാൻ ആവശ്യമായിട്ടുള്ള സാമ്പത്തിക സഹായവും കൂടി ചെയ്തു കൊടുത്തേ പറ്റൂ. ഇത് മനസ്സിലാക്കിയിട്ടാണ് സാർ കഴിഞ്ഞ UDFൻ്റെ കാലഘട്ടത്തിൽ ഞാൻ പറഞ്ഞു, ഞാൻ എല്ലാറ്റിനെയും കുറ്റപ്പെടുത്തുന്നില്ല എന്ന്. പക്ഷേ ആ 750 രൂപയായിരുന്നു പെൻഷൻ. അത് ഈ ഗവൺമെൻറ് 1500 രൂപയാക്കിയിട്ട് വർദ്ധിപ്പിച്ചു സാർ. അതെ അതെ 500 അതെ 500 750 ആക്കി 50% വർധനവ്. ഞങ്ങൾ 750 1500 ആക്കി 100% വർധനവ്. അപ്പൊ 50%-ന്റെ 100%-ന്റെയും വർധനവ് നിങ്ങളും നമ്മളും തമ്മിലുണ്ട് എന്നുള്ളത് മനസ്സിലായിക്കൊള്ളുക. മനസ്സിലായില്ലേ? ഭരണകക്ഷി പ്രതിപക്ഷവും പ്രതിപക്ഷം ഭരണകക്ഷിയുമായി വരുമ്പോൾ എത്ര ശതമാനത്തിൻ്റെ വ്യത്യാസമുണ്ടാകുമെന്ന് മനസ്സിലായില്ലേ? മനസ്സിലായില്ലെങ്കിൽ UDF ഗവൺമെന്റിൽ മന്ത്രിയായിരുന്ന ഒരാളുടെ ചോദ്യം കൂടി കേൾക്കുക. അവസാനം വരുമ്പോൾ റാങ്ക് ഹോൾഡേഴ്സ് അസോസിയേഷൻ എന്ന് പറഞ്ഞൊരു സംഘടന ഉണ്ടാക്കി ഇങ്ങനെ ബഹളം ഉണ്ടാക്കി നടക്കുന്നത് കേരളത്തിൽ സാധാരണഗതിയിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. സാർ, ഇത് PSCയുമായി ടേക്കപ്പ് ചെയ്യുമോ? നമ്പർ 1. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ഗവൺമെന്റ് കാലഘട്ടത്തിൽ എത്ര കണ്ടക്ടർമാരെ നിയമിച്ചിട്ടുണ്ട് പുതുതായി, എത്ര ഡ്രൈവർമാരെ പുതുതായി നിയമിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടി അങ്ങേക്ക് പറയാം. സർ, ബഹുമാനപ്പെട്ട മുൻ ട്രാൻസ്പോർട്ട് മന്ത്രിയാണ് ഈ ചോദ്യം ചോദിക്കുന്നതെന്ന് എല്ലാവർക്കും അറിവുള്ള കാര്യമാണ്. സർ, അദ്ദേഹത്തിന് ഓർമ്മയില്ലാത്തതുകൊണ്ട് ചോദിച്ചതാവും. ഇരിക്കട്ടെ. അപ്പോൾ പബ്ലിക് സർവീസ് കമ്മീഷൻ റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്ന കാര്യത്തിലെ അപാകത സംബന്ധിച്ച് ആണ് ഒന്നാമത്തെ നമ്പർ 1 എന്നങ്ങ് പറഞ്ഞത്. അപ്പോൾ ആ നമ്പർ 1 അനുസരിച്ചുള്ള കാര്യങ്ങൾ താങ്കൾ തന്നെ നിർദ്ദേശിച്ചതുപോലെ പബ്ലിക് സർവീസ് കമ്മീഷനുമായി ചർച്ച ചെയ്ത് പരിഹരിക്കേണ്ട പ്രശ്നമാണ് എന്ന് സഭയിലെ എല്ലാവർക്കും അറിയാം. അത് അങ്ങനെ ചെയ്യുന്നതാണ്. കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് 5 വർഷക്കാലം എത്ര പേർക്ക് നിയമനം കൊടുത്തി എന്ന വിശദാംശങ്ങൾ പ്രത്യേകമായ ഒരു ചോദ്യം ചോദിച്ചാൽ അതിന് കൃത്യമായ മറുപടി. പക്ഷെ അങ്ങനെ തന്നെ പറഞ്ഞാൽ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇത് മനസ്സിലാവുകയും ചെയ്യും. ഇരിക്കട്ടെ. അപ്പോൾ അതാണ് അതിൻ്റെ ഫിലോസഫി, ഭരണമാറ്റത്തിൻ്റെ ഫിലോസഫി. ഇനി കൊലപാതക രാഷ്ട്രീയത്തിൻ്റെ ഫിലോസഫി പഠിക്കാം. അത് പഠിക്കണമെങ്കിൽ അവസാനമായി അത് അരങ്ങേറിയ നാടിൻ്റെ ചരിത്രം പഠിക്കണം. പയ്യന്നൂർ എന്ന സ്ഥലം അങ്ങേക്കും അറിയാലോ. പയ്യന്നൂർ നമ്മുടെ കേരളത്തിലെ മറ്റേതൊരു സ്ഥലവും പോലെ ശാന്തമായൊരു സ്ഥലമാണ്. അങ്ങേക്കറിയാലോ പയ്യന്നൂരിൻ്റെ ഘടനയും അവിടുത്തെ ജനങ്ങളുടെ നിലയുമൊക്കെ. നല്ലതുപോലെ അങ്ങേക്കറിയാവുന്ന ആ കാര്യങ്ങളെക്കുറിച്ച് അങ്ങ് ഒരു വാക്കുപോലും പറഞ്ഞില്ലല്ലോ എന്നാണ് എനിക്കുള്ള ഒരു സങ്കടം. ആ പ്രദേശത്തെ നല്ലതുപോലെ അറിയാലോ അങ്ങക്ക്. ഇനി സംസാരിക്കാൻ പോകുന്നവർക്ക് ചിലപ്പോൾ അത്രത്തോളം അറിയില്ല. പക്ഷേ ഈ അവതരിപ്പിച്ച ബഹുമാനായ മുരളീധരന് പയ്യന്നൂർ അറിയാത്തതല്ല. പയ്യന്നൂരിൽ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്ത സ്വാതന്ത്ര്യ സമരത്തിന്റെ മഹത്തായ പാരമ്പര്യമുള്ള പയ്യന്നൂരിന്റെ മണ്ണിൽ സ്വൈര്യമായ ആളുകൾക്ക് ജീവിക്കാൻ കഴിയാത്ത അവസ്ഥയാണ് സാർ എന്നുള്ളത്. ഈ 2 പേരും ഇതിനകത്ത് പ്രതിക്കൂട്ടിലാണ്. ഇവരുടെ ഈ കൊലപാതക രാഷ്ട്രീയം അവസാനിപ്പിച്ചില്ലെങ്കിൽ
കണ്ണൂർ മാത്രമല്ല കേരളത്തിൽ ജനങ്ങളുടെ സ്വൈര്യ ജീവിതം അസാധ്യമാകുന്ന നിലയിലേക്കാണ് സാർ കാര്യങ്ങൾ പോകുന്നത്. എന്തായാലും ശരി, ആ സ്ഥലത്ത് സമാധാനത്തിന്റെ വെള്ളരിപ്രാവുകൾ എത്തിയിരിക്കുന്നു. നാരായണൻകുട്ടി പറഞ്ഞതുപോലെ പ്രാവ് വീട്ടിലേക്ക് തന്നെയാ പോയത്. ഒറ്റപ്പോയി. रघुपति राघव राजा राम पतित पावन सीताराम. रघुपति राघव राजा राम पतित पावन सीताराम. എല്ലാ സമാധാന ശ്രമങ്ങൾക്കും സർവാത്മന പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് ഇന്നത്തെ പൊളിമിക്സ് ഇവിടെ തീരുന്നു. ലോകോ സമസ്തോ സുഖിനോ ഭവന്തു.